ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഈ സ്ട്രഗിൾസ് ബാഡ് ടൈം വരുമ്പോൾ എന്നത് അത്രയും കൂടെ എഫക്ട് ചെയ്യില്ല. കാരണം ഞാൻ കുറച്ചുകൂടി മെന്റലി സ്ട്രോങ് ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ ഡൗൺ ആയി പോകാനുള്ള ചാൻസസ് കുറവാണ്. അടുത്ത സൊല്യൂഷൻ എങ്ങനെയാ നോക്കണം, അല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ അങ്ങനെ ഈ പറഞ്ഞൊരു ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞല്ലോ, ഇൻഡിപെൻഡൻസിൽ എനിക്ക് കിട്ടിയേക്കുന്ന സ്ട്രെങ്ത് അതാണ്. കാമായിട്ടാണ് എല്ലാ കാര്യങ്ങളും. ഞാൻ കാമായിട്ടിരിക്കാറുള്ളൂ. എന്തിനാ വെറുതെ പ്രശ്നം അധികം അങ്ങനെ ലൗഡ് ഒന്നും ആവത്തില്ല. എന്തിനാ ആയിട്ട് എന്ത് കിട്ടുന്നു? നമ്മുടെ എനർജി അല്ലേ വേസ്റ്റ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ സീരിയലാണോ പൊന്നമ്പലി കുറച്ച് നമ്മൾ അന്നേ വരെ കാണുന്ന ഒരു മലയാളം സീരിയൽ എന്ന് വെച്ചിട്ട് ഒന്നെങ്കിൽ കുടുംബ പ്രശ്നം, അല്ലെങ്കിൽ മദർ ഇൻ ലോയുടെ പ്രശ്നം, അല്ലെങ്കിൽ അങ്ങനത്തെയാണ്. നിങ്ങളുടെയാണ് ഒരു ലവ് ട്രാക്ക്. ഇപ്പൊ മലയാളം സീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസാന്നൊക്കെ. അത് ഈവൻ ചില പ്രൊമോ ഒക്കെ വരുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്, അവര് തന്നെ ഒരു ഹീറോനെ ഹൈപ്പ് ചെയ്ത് പറയുന്ന പ്രൊമോ ഒക്കെ ഉണ്ടായിരുന്നു. മലയാള സീരിയലിൽ കാണാത്ത മുഖം അങ്ങനത്തെ പറഞ്ഞു. പിന്നെ ഞാൻ ആക്ച്വലി മൂവി ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപ്. പക്ഷെ അതൊന്നും ഒരു സക്സസ്ഫുൾ മൂവി അല്ലാത്തതുകൊണ്ട് ആൾക്കാരെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഫസ്റ്റ് വില്ലനായിട്ടാ വന്നത് ഡോൾസ് എന്ന് പറഞ്ഞ സിനിമയില്. അപ്പൊ ഞാൻ അതിന്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതിലൊരു ത്രൂ ഔട്ട് ഭയങ്കര ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വില്ലാണ് ഡോൾസ് എന്ന് പറഞ്ഞിട്ട്. മുടിയൊക്കെ വളർന്ന് ഇത്രയും മുടിയൊക്കെ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇപ്പൊ തമിഴ് സർക്കിളിൽ അല്ലെങ്കിൽ ഇപ്പൊ മലയാളത്തിലെടുത്തോ, ആദ്യം മലയാളം ചോദിക്കാം, ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഏതാണ് ഇൻഡസ്ട്രിയിലോ? ഇപ്പൊ കറന്റ്ലി ഇപ്പൊ അങ്ങനെ പറയുന്നത് നിത്യാറാം ആയിരിക്കും. നിത്യാറാം കൂടി ഞാനിപ്പോ ഒരു വേറെ പ്രോജക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലതാണ്. ലൈക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ അവള് ഒരു എക്സ്ട്രോവേർട്ട് ആണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ ഫോർ എക്സാമ്പിൾ ചില ആർട്ടിസ്റ്റ് ഒക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അവളെ ടി സി ഒക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ടി സി ഒക്കെ കളയും ചുമ്മാ തമാശക്ക്. അപ്പൊ ചിലർക്ക് അത് ഓക്കോർഡ് തോന്നും, ഇങ്ങനെ പറയണത്. നിത്യരാമൻ അങ്ങനൊന്നുമില്ല, അങ്ങനെ പൊക്കോളൂ. ഇപ്പൊ 3 ലാംഗ്വേജ് നിൽക്കുന്നോണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഓഡിയൻസ് എല്ലായിടത്തും ഡിഫറെന്റ് ആണോ? ഇപ്പൊ മലയാള ഓഡിയൻസ് പോലെ തന്നെ വൈബാണോ തമിഴ്, തെലുങ്കു, കന്നഡൊക്കെ എടുത്ത് നോക്കുമ്പോ ഓഡിയൻസിന്റെ എങ്ങനെയാണ് വൈബ് മനസ്സിലായ കേൾക്കണം രാഹുല്? ഓഡിയൻസ് ഞാൻ ചെയ്യുന്നൊരു ആർട്ടാണല്ലോ. ഇപ്പൊ ആർട്ട് എന്ന് പറയുന്നത് എല്ലാ ഓഡിയൻസിനും ഒന്നാണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു തെലുഗു ഓഡിയൻസ് തമിഴ് ഓഡിയൻസിന് പിന്നെയും കുറച്ചും കൂടിയും നമ്മളുടെ അറ്റാച്ച്മെന്റ് തോന്നുന്ന ചാൻസ് ഉണ്ട്. കുറച്ചുകൂടി അറ്റാച്ച്മെന്റ് ആണ്. ഇപ്പൊ ഞാൻ കുറച്ച് 2-3 പ്രൊജക്ട് ചെയ്യുന്നില്ലെങ്കിലും 2 വർഷം പ്രൊജക്ട് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ വരികയാണെങ്കിൽ അവർ ആ സെയിം ലവ് അല്ലെങ്കിൽ സപ്പോർട്ട് തരും. എനിക്ക് തോന്നുന്നു മലയാളം ഓഡിയൻസ് കുറച്ച് നമ്മൾ വിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ വിട്ട് കളയുന്ന ടൈപ്പ് ഒരു ഓഡിയൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ. പിന്നെ തെലുഗു ഓഡിയൻസ് നമ്മള് ഭയങ്കര എന്താ പറയാ, നമ്മള് പൊക്കിക്കൊണ്ട് നടക്കാൻ പോലെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഡിയൻസ് ആണ് ആക്ച്വലി. ഭയങ്കര അപ്പൊ അങ്ങനെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ആർട്ട് ഫോം കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കണം. അങ്ങനത്തെ മൂവീസ് അങ്ങനെയാണല്ലോ. നമ്മള് ഇപ്പോ തെലുഗുവിലുള്ള മൂവി സ്റ്റൈൽ മലയാളത്തിൽ വർക്ക് ആവില്ല. ഇവിടെ കുറച്ച് റിയലിസ്റ്റിക് അങ്ങനത്തെ ടൈപ്പാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പം തമിഴിൽ നിന്ന് ഇതൊക്കെ ഒരു മലയാളിയാണ് അല്ലെങ്കിൽ കേരളക്കാരാണ് പ്രത്യേക സ്നേഹം അല്ലെങ്കിൽ പ്രത്യേകം ഇതൊക്കെ അങ്ങനെ അത് ഞാൻ ഇപ്പോ ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോഴും മലയാളം മൂവീസിന് ഭയങ്കര പേരാണ് അവിടെ. കാരണം മലയാളം മൂവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നന്നായിട്ട് ഇപ്പൊ എന്റെ തമിഴ് ഫ്രണ്ട്സ് കൂടെ മലയാളം പാട്ട് കേൾക്കുന്നു, മലയാളം പടം വന്നിട്ട് പോവാന്ന് പറയും. ഏത് പടം ഇപ്പൊ പടം ഇറങ്ങിയപ്പോ അപ്പൊ അവര് ഞാൻ അറിയുന്നതിനേക്കാൾ അപ്ഡേറ്റഡ് ആണ് ഈ മലയാളം മൂവി വരുന്നുണ്ട്. അത്രയും ഫാൻസ് ഫോളോവേഴ്സ് ഉണ്ട് ഇവൻ തെലുഗു തമിഴിലെല്ലായിടത്തും. ഇനി അടുത്ത് എന്നാണ് മലയാളത്തിലേക്ക് ഒരു സീരിയലോ സിനിമയൊക്കെ ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ടൈം ഉണ്ടോ എന്നൊക്കെ അതിന് ഞാൻ ഇതുവരെ ഒന്നും ആയിട്ടില്ല. എനിക്കെന്ന് വെച്ചാൽ മലയാളം ഇൻഡസ്ട്രിയിൽ എനിക്ക് കോണ്ടാക്ട്സ് ഒന്നും തീരില്ല. ഞാൻ ഒരുപാട് നാളെ വിട്ടു നിന്നുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കോണ്ടാക്ട്സ് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അവരെ എനിക്കറിയില്ല അതിന്റെ പ്രോസസ്. പക്ഷെ ഒരു
വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അപ് ടു ദ ഡെസ്റ്റിനി. ഓക്കെ, വരുന്നുണ്ടെങ്കിൽ ഒരു കൈ നോക്കൂ. ഈ സീരിയൽസ് ഒക്കെ എങ്ങനെ ചൂസ് ചെയ്യണം? നമ്മളിപ്പോ സിനിമ ഇപ്പൊ നമുക്ക് സ്ക്രിപ്റ്റ് കേൾക്കുന്നു, ഇപ്പം രാഹുലിന് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് സീരിയലിലാണല്ലോ. അപ്പൊ തമിഴ് തെലുങ്ക് എങ്ങനെ ആദ്യം സ്ക്രിപ്റ്റ് ഇങ്ങനെ പറയുമോ? എങ്ങനെയാണോ ഒരു സീരിയലിന് യെസ് പറയാൻ ഏതൊക്കെ പോയിന്റ്സ് ആയിരിക്കും രാഹുൽ നോക്കുന്നത്? എനിക്കങ്ങനെ അത് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ സൺ ടി വിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെയും സൺ ടി വി ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്ക് ടു ബാക്ക് പ്രൊജക്ട്സ് തരാണ്. കാരണം ഈ ചാനലുകൾ തമ്മിലുള്ളൊരു ഇതുള്ളതുകൊണ്ട്, കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് ഞാനിപ്പോ വേറൊരു ചാനലിൽ പോയി വർക്ക് ചെയ്യുന്നത് വന്നിട്ട് ഇവർക്കൊരു പ്രശ്നമായി ആയിരിക്കാം. ബിക്കോസ് ഇപ്പോ സൺ ടി വിയുടെ ഓഡിയൻസ് എന്റെ സീരിയൽ കാണുന്ന സൺ ടി വി ഓഡിയൻസ് ആണ്. ഞാൻ വേറെ ചാനലിലോട്ട് പോകുമ്പോൾ കുറച്ച് ഓഡിയൻസ് എങ്കിലും ഇങ്ങോട്ട് വരാൻ ചാൻസസ് ഉണ്ടല്ലോ. സോ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ എനിക്ക് സെലക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മേ ബി 1-2 ഓപ്ഷൻ കിട്ടുമായിരിക്കും ഈ സീരിയലുണ്ട് ഈ സീരിയലുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ ഇവര് ചെയ്തത് എനിക്ക് വന്നതാണ്, ഇത് നല്ലതാണ്, അങ്ങനെ തന്നെ പോയതാണ്. അതുകൊണ്ട് ഇങ്ങനെ സ്ക്രിപ്റ്റുകൾ ഒരുപാട് വരുന്നതല്ല. എനിക്ക് തോന്നുന്നു ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്യുന്നു. ചാനൽ എന്ന് പറയുന്ന അവരെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. കാരണം അവർ തരുന്നതൊക്കെ നല്ല പ്രൊജക്റ്റ് ആണ്. അതുകൊണ്ട് ഐ ജസ്റ്റ് ട്രസ്റ്റ് ദം. ഇപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഒരു സീരിയൽ ഒരു ക്യാരക്ടർ ആണെങ്കിൽ അതിന്റെ ഷെഡ്യൂൾ കഴിയുമ്പോൾ അടുത്ത പേഷ്യന്റിലേക്ക് പോകാം, അല്ലെങ്കിൽ മഴവിലിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മഴവിലിൽ ചെയ്ത പേഷ്യന്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ തമിഴിലില്ല. ഇപ്പൊ ഒരു സീരിയൽ തമിഴിലുണ്ട്. ഇപ്പൊ എന്നെ വിളിക്കും, വേറെ ചാനൽ വിളിക്കും. പക്ഷെ ഞാൻ കുറച്ചുകൂടി ലോയലാണ് ഞാൻ ചെയ്യുന്ന സ്ഥലത്ത്. അതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി എനിക്ക് അവർ ഓഫർ ചെയ്താലും എനിക്ക് പലപ്പോഴും ഓഫറുകൾ വരാറുണ്ട്. ചിലപ്പോൾ വെബ് സീരീസുകൾ തരാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ഓഫറുകൾ വരും. പക്ഷെ എനിക്ക് തോന്നി എന്നെ കൊണ്ടുവന്ന് ഇവരല്ലേ, ഞാൻ ഇവരെ ചീറ്റ് ചെയ്തിട്ട് എങ്ങനെ അങ്ങോട്ട് പോണേ എന്നുള്ളൊരു തോന്നൽ വരുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുകയും ചെയ്യും. പക്ഷെ എനിക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് അവിടെ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇവിടെ ഷൂട്ടില്ല, ഇവിടുത്തെ പ്രോജക്റ്റ് ഒക്കെ കഴിഞ്ഞു, ആ ഗ്യാപ്പിലിരിക്കുകയാണ്. അങ്ങനെയാണ് അവർ വന്നെങ്കിൽ അൽഗോതെ ഇത് വിട്ടിട്ട് പോകാനുള്ള ഒരു പരിപാടി ഞാൻ ചെയ്യാം. അത് കുറച്ച് എനിക്ക് പ്രശ്നമാണ്. അത് ഈ ഇൻഡസ്ട്രിയിൽ വേണോ വേണ്ടയോ? നല്ലതുമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സിൻസിയാരിറ്റി എന്ന് പറയുന്ന ഒരു വൈബ്രേഷൻ സക്സസ്. അത് സത്യമാണ്. അത് നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം നമ്മൾ ആരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചോദിക്കുകയാണെങ്കിൽ രാഹുൽ എന്തൊക്കെ ഒരു ഫ്രീ ഇപ്പൊ സെറ്റിൽ ഒന്നുമില്ല, ഓഫാണ്, ചെന്നൈയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിഷയം എന്തൊക്കെയായിരിക്കും പറയുന്നത്? ഉറങ്ങുള്ളൂ. ഞാനിപ്പോ പറയാം, ഒരു ഉറക്കത്ത് മാത്രം പറയരുത്. ഉറങ്ങും, ജിമ്മിന് പോവും, ചിലപ്പോൾ മോസ്റ്റ്ലി ജിമ്മിന് പോവും, ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ. അത് ഉറക്കം എന്ന് പറഞ്ഞാൽ രാത്രി വരെ. അത് പുറത്തിറങ്ങാൻ കുറച്ച് ഡള്ളാക്കി ലൈറ്റൊക്കെ ഡള്ളാകുമ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുക. അത് ജിമ്മിലോട്ടായിരിക്കും. അതല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ചിലപ്പോൾ മൂവിക്കാനും പോരും, ചില സമയത്ത് ഒറ്റയ്ക്ക് പോകും, ചിലപ്പോൾ 1-2 ഫ്രണ്ട്സിനെ അവരെ കൂട്ടി പോകും. അതല്ലാതെ വെരി ബോറിംഗ് ആണ്. കാണുന്ന പോലെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സ്റ്റൈൽ അങ്ങനത്തെ മൈൻഡ് സെറ്റ് ആയിരിക്കും. ഞാൻ ഈ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ട്രെയിൻ ആവുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എപ്പോഴും സെറ്റിലിരിക്കുമ്പോൾ അത്ര ആൾക്കാരുടെ ഉള്ളിൽ ഞാൻ വർക്ക് ചെയ്യാണ്. അപ്പൊ നമുക്കൊരു ഓഫ് ഡേ കിട്ടുമ്പോൾ ഞാൻ അതിനെ റീചാർജ് ചെയ്യാനുള്ള ഒരു പരിപാടിയുടെ കാണുന്നത്. അല്ലാതെ നെക്സ്റ്റ് പോയിട്ട് വേറെ ക്ലബിങ്ങിന് പോയി അവിടെ കുറെ ആൾക്കാർ കാണുമ്പോൾ ആകെ ട്രെയിൻ ആവും ഞാൻ. അതിന് നല്ലത് ഞാൻ റീചാർജ് ചെയ്യണം. അതിനെ റീചാർജ് ചെയ്ത് ഞാൻ ഉറങ്ങിയിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും. ഒരു പീസ്ഫുൾ ആയിരുന്നെങ്കിൽ ഞാൻ റീച്ച് ആവും, നെക്സ്റ്റ് ഡേ ഫ്രഷ് ആയിട്ട് പോകും. ഈ നാട്ടിലേക്ക് വരല് ഭയങ്കര കുറവാണ്, ഭയങ്കര റയറസ്റ്റ് ഓഫ് റയർ ആണ്. റയറസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അച്ഛനമ്മ ഇവരോട് കംപ്ലൈന്റ്സ് ഒക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. 6 മാസമൊക്കെ ആയിരുന്നു. ശരിയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം വന്നിട്ട് ഇപ്പൊ ഞാൻ നാളെ പോവാണ്. ഈ പ്രാവശ്യം വരാൻ കാരണം എന്താ? മൈൽ സ്റ്റോണിന്റെ ഇന്റർവ്യൂ ഉള്ളതുകൊണ്ടാണോ? അച്ഛനും അമ്മേനെയും കാണുന്നത്? ഞാൻ ഇവിടെ പറയുന്നു, ഞാൻ വരുമ്പോ പറയാം. ഫോളോ ചെയ്തിട്ട് ഒരുപാട് നാളായി. ഞാൻ ഇപ്പോഴാണ് വരാൻ സമയം കിട്ടിയത്. കാരണം മലയാളി പ്രഷർ തേടി എപ്പോഴും തമിഴ് തെലുങ്കു അല്ലേ, ഒരു പോക്കങ്ങ് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. നല്ല കാര്യമാണ്. പക്ഷേ നമ്മളെല്ലാരും നമുക്കെല്ലാവർക്കും ഇപ്പൊ തമിഴിലും തെലുങ്കിലൊക്കെ നിൽക്കുന്നോണ്ടാന്ന് തോന്നുന്നു ഫേസ് എപ്പോഴും ഭയങ്കര രജിസ്റ്റേർഡ് ആണ് രാഹുലിന്റെ. ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് പ്രൊഫൈൽ അയച്ചു, എനിക്ക് എല്ലാ ഡീറ്റെയിൽസ് അറിയാന്നൊക്കെ. എനിക്ക് ഞാനിവിടെ നടക്കുമ്പോഴൊക്കെ ഞാൻ കാലിക്കട്ട് വരുന്നത്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ അട്രാക്ഷൻ ഇങ്ങനെ വരുന്നുണ്ട്. അതെ അതെ അതെ. അതെനിക്ക് തോന്നുന്നു ചെയ്ത പ്രൊജക്റ്റും പിന്നെ ഹോസ്റ്റ് ചെയ്ത പ്രോഗ്രാമും ഭയങ്കര ഹൈപ്പ് കിട്ടിയതും ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയ ഒരു ജോണറാ. എനിക്ക് അതുകൊണ്ടാണ് തോന്നുന്നു രാഹുൽ ഇപ്പൊ തമിഴിലാണെങ്കിലും ഒക്കെ ഇവിടെയൊക്കെ ഉള്ള ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഈ തമിഴ് സീരിയലിൽ ഒരുപാട് ട്രോൾസ് ഒക്കെ കിട്ടാറില്ലേ?
ആക്ച്വലി തമിഴ്നാട്ടില് തെലുങ്കു ആണോ? കുറച്ച് ഇവിടെ എനിക്കൊന്ന് മലയാളത്തിൽ ട്രോളിങ് കൂടുതൽ മലയാളത്തിലാണ് തോന്നുന്നു. മലയാളത്തിലാണോ? ഓക്കെ, ഞങ്ങൾ തന്നെയായിരുന്നു അല്ല തമിഴ് സീരിയല് ട്രോളുന്നത്. ആയിരിക്കാം. ആ അവിടെ അത്ര ട്രോള് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. അവർ അവിടുത്തെ സീരിയൽ ഓഡിയൻസ് കുറച്ചുകൂടി കൂടുതലാണ് ഇവിടത്തേക്കാൾ സംബന്ധിച്ച്. കാരണം അവിടെ എല്ലാ വീട്ടിലും കുറച്ചുകൂടി ഗ്രാമങ്ങളും ഒക്കെ ഈ സൺ TV കാണുന്നവരാണ്. അതെ അതെ അതെ, അത് ശരിയാ. തമിഴ് സീരിയൽസ് ഇങ്ങനെ കുറച്ച് ട്രോൾ പേജിൽ മലയാളത്തിലൊക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ രാഹുലിന്റെ ഒക്കെ സീൻസ് ഒക്കെ വരുമ്പോഴത്തേന് അങ്ങനെ കണ്ടിട്ടുണ്ടോ ട്രോൾ വീഡിയോ? ഞാൻ ഈ മാലവീടുള്ള പ്രോജക്ട് പൊന്നമ്പിളിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അവളെ അടിച്ചിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നത്, ഡൊമാലിനെ അടിച്ചിട്ട് ഇപ്പൊ ഇഷ്ടമല്ലെന്നൊക്കെ പറയുന്നത്. എനിക്ക് അത് കണ്ട് ചിരിച്ചിട്ടുണ്ട്. അത് ഒരുപാട് നാൾ ഇപ്പോഴാണ് വരുന്നത്. അപ്പൊ അന്നൊന്നും ട്രോളാൻ പറ്റില്ല. ഇപ്പോഴാണ് അത് ട്രോളാൻ പറ്റിയ സാധനമായി. അത് ഇപ്പൊക്കെ അത് കലിപ്പിന്റെ കാന്താരിയേ. ഓ അന്നേ കലിപ്പിന്റെ കാന്താരി. ഓ ശരിയാ. അന്ന് ഈ വേർഡ്സ് ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ മാളവികയായിട്ട് എങ്ങനെയാ കണക്ഷൻ ഉണ്ടോ? മാളവിക ഇടയ്ക്ക് ഞാനിപ്പോ വന്നപ്പോ മെസ്സേജ് ആയിരുന്നു ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചിട്ട്. അപ്പൊ അവള് വേറെ ഷൂട്ടിലാന്നോണം. ഓക്കെ ഓക്കെ, ഇടയ്ക്ക് നിങ്ങൾ ഇടയ്ക്കൊക്കെ ടെക്സ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഓർത്ത് നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. കാരണം തമിഴ് ഞങ്ങൾ രണ്ടുപേരും ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അങ്ങനെയാണ്. ഒരാൾ എക്സ്ട്രോവേർട്ട് ആണ് അല്ലേ? ഞങ്ങൾ രണ്ടുപേരും ഇൻട്രോവേർട്ട് ആണ്. ഞങ്ങൾ കാണുമ്പോ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല, നമ്മളറിയാം. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇനിയിപ്പോ ഒരു മലയാളത്തിൽ ഒരു സീരിയൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എങ്ങനെ ക്യാരക്ടർ, അങ്ങനെ ക്യാരക്ടർ. ഇപ്പൊ മലയാളത്തിന്റെ ഒരുപാട് നല്ല സീരിയൽസ് ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. ലൈക്ക് യൂത്ത് ഭയങ്കര അട്രാക്ട് ചെയ്ത് ഒരുപാട്, ഇപ്പൊ സ്വാന്തന ആയിക്കോട്ടെ, ഏഷ്യാനെറ്റിലായിക്കോട്ടെ, ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന മിക്ക മൂവീസ് ഇപ്പൊ യൂത്ത് ഭയങ്കര അട്രാക്ട്. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ് അത് മാറിയത് അറിഞ്ഞില്ല. യൂത്ത് ഒക്കെ ഇപ്പൊ കാണാറുണ്ട്. ഇപ്പൊ ഞാൻ സ്വാതന്ത്ര്യം കണ്ടിട്ടുണ്ട്, പൊന്നമ്പലി കണ്ടിട്ടുണ്ട്. ഞാൻ പൊന്നമ്പലി വരെ കണ്ടിട്ടില്ലേ? ഞാൻ പൊന്നമ്പലി കണ്ടിട്ടുണ്ട്. അതല്ലേ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്വാതന്ത്ര്യം വരെ ഞാൻ TV കണ്ട്. ഹോട്ട്സ്റ്റാർ ഉണ്ടല്ലോ, ശിവാഞ്ജലി ഫാൻസ് ഒക്കെ ഉണ്ട്, ഫാൻസ് പേജ് ഉണ്ട്. അപ്പൊ ആ ഇടയ്ക്ക് സ്വാതന്ത്ര്യ സീരിയലാണെങ്കിൽ ഇപ്പൊ ഒരുപാട് റീൽസ് ഇറങ്ങി. എന്നുവെച്ചാൽ ബോയ്സ് യൂഷ്വലി നമ്മുടെ വീട്ടിൽ എന്താ കുടുംബ പ്രേക്ഷകർ എന്ന് വെച്ചാൽ അമ്മച്ചിമാരെ അല്ലെങ്കിൽ അമ്മമാരെ കാണുള്ളൂ. കുറെ മെയിൽസ് കാണുന്ന വീഡിയോസ് ഒക്കെ മലയാള സീരിയൽ ഇപ്പൊ കാണുമ്പോ കുറെ പേര് എന്ന് വെച്ചാൽ യൂത്ത് തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും കണ്ടില്ല റീൽസ് ഒന്നും? ശ്രദ്ധിച്ചിട്ടില്ല. അയ്യോ, ഞാൻ ആക്കുന്നല്ല കേട്ടോ, സത്യമായിട്ടോ. ഞങ്ങളൊക്കെ അപ്പം അങ്ങനെ ഒരു പ്രൊജക്ട് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ രാഹുൽ ഇനി കൈ കോർക്കോ? അതാ എന്റെ സമയത്തിന്റെ പോലെ ഇപ്പൊ ഫ്രീ ഡേറ്റ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഇവിടത്തെ ആരുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല? സീരിയൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ്? ഇല്ല, ഞാൻ ഒരുപാട് വർഷമായല്ലോ. പക്ഷെ എനിക്ക് ഇടയ്ക്ക് വന്നിട്ടുണ്ട്, ഏഷ്യാനെറ്റിൽ കോൾ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഡേറ്റ് ക്ലാഷ് കാരണം ചെയ്യാൻ പറ്റിയില്ല. ഇനി പെട്ടെന്ന് ഇനിയിപ്പം ഒരു സീരിയൽ ഒക്കെ പറഞ്ഞു, ഇനി ഒരു കേരളം സെറ്റ് ആവോ മനസ്സില്? കേരള ലൈഫ് സ്റ്റൈല് ഇല്ല? എന്ത് മനസ്സിലായില്ല? ഇപ്പൊ പെട്ടെന്ന് ഒരു ഓഫർ വന്നു, ഇനിയിപ്പൊ തമിഴിൽ നിന്നൊക്കെ വിട്ട് കേരളത്തിലേക്ക് ഇനി എന്തായാലും ഓഫർ വന്ന് ചെയ്യുമ്പോഴത്തേനും ഇവിടെ തന്നെ സെറ്റിൽ ആയിരിക്കണമല്ലോ. ഇപ്പൊ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊച്ചിയിലായിരിക്കും ഷൂട്ട്. അപ്പൊ ഇത്രയും നാളിപ്പൊ ചെന്നൈയിലാണ് അല്ലെങ്കിൽ ആ ഒരു ജോണറിൽ കിടന്നിങ്ങനെ ആ നാട്ടിൽ കിടന്ന് കറങ്ങിയിട്ട് പെട്ടെന്ന് കേരളത്തിലേക്ക് വരുമ്പോ ഇനി സെറ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കുമോ? ഇവിടുത്തെ കുറച്ചുകൂടി പാറ്റേൺ കുറച്ചുകൂടി ഡിഫറൻസ് ആണ്. അവിടെ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള വർക്കാണ്. ഇവിടെ ഞാൻ പൊന്നമ്പലി ചെയ്തൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. എന്റെ ദൈവമേ, ഓടണം. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി റിലാക്സ് ആയിട്ടുണ്ടായിരിക്കും തോന്നുന്നു. പക്ഷെ അവിടെ അന്നും ഇന്നും കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ്, കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് നമുക്കത് അത്രയും പ്രശ്നമായിട്ട് ഒരു സ്ട്രെസ് തോന്നിക്കില്ല. ഇപ്പൊ ചെന്നൈയിൽ തന്നെ ആണെങ്കിൽ ഇപ്പൊ റൂമിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ വേറെ ആയിരിക്കും, പരിചയപ്പെടുന്ന ആൾക്കാർ വ്യത്യാസമായിരിക്കും, ഒരു വേറെ വേറെ സ്റ്റൈലായിരിക്കുമല്ലോ. ഇപ്പൊ കേരള പ്ലസ് ചെന്നൈ ഇപ്പൊ 6 മന്തിന് ശേഷം കേരളത്തിൽ വന്നിട്ട് അങ്ങനെ ഇതെന്താ ഇത് ഇങ്ങനെയൊക്കെ മാറിയോ, ഇതെന്താ ഇവിടെയൊക്കെ എന്ത് നടക്കുന്നത്, അങ്ങനെ തോന്നിയ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടോ? എസ്പെഷ്യലി റോഡ്സിന്റെ കൺസ്ട്രക്ഷൻ കണ്ടപ്പോ ഇവിടെ മാറി. ഒരുപാട് ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തൊക്കെ 24 മണിക്കൂറുള്ള ടീ ഷോപ്പ് ഒക്കെ വന്നു. 24 മണിക്കൂർ ആരുടെ കൂടെ ടീ കുടിക്കണേ? ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടോ? അങ്ങനത്തൊക്കെ. പിന്നെ ഞാൻ പോയപ്പോ വീട്ടില് എന്താണ് കുറെ പിള്ളേരൊക്കെ, നൈബേഴ്സിന്റെ പിള്ളേരൊക്കെ, ഇതൊക്കെ എവിടുന്ന് പൊട്ടി മുളച്ചു. ഞാൻ നോക്കി. അപ്പൊ പറയണ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച പയ്യന്റെ കുട്ടി, അവനെ കുട്ടി 2 കുട്ടി അവന്. ഞാനപ്പോ എല്ലാവർക്കും സമയം പോകുന്നുണ്ട്, എനിക്ക് മാത്രം സമയം പോകുന്നില്ലല്ലോ, ഞാൻ അവിടെ സ്റ്റക്കാണോ? അങ്ങനെ തോന്നി എനിക്ക്. എത്രയും പിള്ളേർ, ഇതൊക്കെ ആരെ എവിടെ നിന്ന്? ഞാൻ വേറെ ആരും വീട്ടിൽ ഞാൻ പോയ പോലെ ഉണ്ടായിരുന്നു.
കസിൻസ് ഒക്കെ ആയിട്ട് എങ്ങനെ വൈബ് എങ്ങനെയാണ് അല്ലെ? കുറെ നാളിന് ശേഷം ഇപ്പൊ ഓൾറെഡി ഒരു സ്റ്റാർ ആയിട്ട് നോക്കുമ്പോഴത്തേനും കസിൻസ് ഒക്കെ ആയിട്ട് കമ്പനിയാണോ, എങ്ങനെയാ? അത് ഞാൻ എപ്പോഴും ഇങ്ങനെ കോണ്ടാക്ട് വെക്കുന്ന ഒരാളല്ല, പക്ഷെ എല്ലാരും കൂടുന്ന ഒരു സമയമാകുമ്പോ അത് ആ ഒരു വൈബ്രേഷൻ വരും. ഓക്കെ. എല്ലാരും അവരൊരു വോക്കിലാണ്, ദുബായ് അങ്ങനെ ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ചെന്നൈയിൽ നിൽക്കുമ്പോഴത്തേനും ഇൻഡിപെൻഡന്റ് ലൈഫ് ആണല്ലോ, ആരെങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജിമ്മിലേക്കാണെങ്കിൽ ഓക്കെ അങ്ങ് ജിമ്മിലേക്ക് അങ്ങ്. പക്ഷെ നാട്ടിൽ നിന്ന് പറയുമ്പോൾ രാഹുൽ ഇപ്പൊ ഓൾറെഡി സ്റ്റാർ ആയിട്ട് നിൽക്കുമ്പോൾ അയലോ നെയ്ബേഴ്സിനൊക്കെ ഭയങ്കര സമയം, ആ രാഹുൽ മോനെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു എല്ലാരും കസിൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അവിടെ എല്ലാരും അടുത്തടുത്ത് തന്നെയാണ്. ഓക്കെ. അപ്പൊ അവരൊക്കെ ഒന്ന് സംസാരിക്കും. പിന്നെ അവർക്ക് നമ്മൾ ഒരുപാട് നാൾക്ക് ഒന്ന് കാണുന്ന ഒരു സന്തോഷമാണല്ലോ. എല്ലാരും കാണുക, പോവുക, അത്രേ ഉള്ളു. ശരിക്കും ചെന്നൈയിലാണെങ്കിൽ ഒരു ഫോറിൻ ലൈഫ് അല്ലേ, അങ്ങ് എബ്രോഡിൽ നിന്ന് വരുന്ന പോലെയാണല്ലേ 6 months ഒക്കെ കൂടുമ്പോ. ഇപ്പൊ വരുന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു എബ്രോഡ് വരുന്ന പോലെയാണ് അല്ലേ? ഒരു ചെന്നൈയിലാണ് വരുന്നത്. അതെ, പക്ഷെ ചെന്നൈയിലാണ് വരുന്നത്. തൃപ്രയാറിന് പാലക്കാട് വഴി കഴിഞ്ഞിട്ട് പിന്നെ കോയമ്പത്തൂർ, ചെന്നൈ, അത്രേ ഉള്ളൂ. അവിടെ അച്ഛനും അമ്മയൊക്കെ അവിടെ വരുവോ? സെറ്റിലൊക്കെ വന്നിട്ടുണ്ടോ? സെറ്റ് വന്നിട്ടുണ്ടോ അവര്? വീട്ടിൽ അവിടെ ഫ്ലാറ്റിലോട്ട് വരും. ഓക്കെ. ഇടയ്ക്ക് വരും. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ? ട്രാവലിംഗ് ഈ അടുത്ത് ഞാൻ കുറച്ച് ട്രാവൽ ചെയ്യുന്നുണ്ട്. ട്രാവൽ ചെയ്ത ഒരാളായിരുന്നു ഞാൻ, പക്ഷെ എനിക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഓക്കെ. എവിടേക്കാ പോകുന്നേ? ഞാൻ കുറച്ച് അഡ്വഞ്ചറസ് സ്പിരിച്വൽ പ്ലേസസ്, അഡ്വഞ്ചറസ് പ്ലേസ് അങ്ങനെയാണ്. ഋഷികേശ് പോയിരുന്നു ലാസ്റ്റ്. അവിടെ കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്. അതല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും അവിടെ തന്നെ പോയി. ഞാൻ നിർത്തിയതിന് അവിടെ തന്നെയായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു സ്പൈഡർമാന്റെ പോലെ ചാടിയാലോ, സൂപ്പർമാൻ ഇങ്ങനെ ചാടാം. ഞാൻ അവിടെ നിന്ന് വ്യൂ കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് ബാക്കിലോട്ട് പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എന്റെ സെൽഫ് റെസ്പെക്ടിനെ അത് ബാധിക്കും. നാണക്കേടാ പോലെ എനിക്ക് എന്നോട് ഞാൻ എന്റെ മുഖത്തന്നെ ഇങ്ങനെ നോക്കും. അങ്ങനെ ഉള്ളതുകൊണ്ട് കണ്ണടച്ച് ചാടി. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. അഡ്വഞ്ചറസ് ആണ് ഏറ്റവും കുറച്ചുകൂടി സ്പിരിച്വൽ സ്ഥലങ്ങളിലൂടെ ഞാൻ പോകുന്നത്. ഋഷികേശ്, വാരണാസി, കേദർനാഥ് ട്രെക്കിംഗ് പോണെന്നുണ്ട്. അങ്ങനത്തെ ഒരു ലൈക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ആവും. നമ്മൾ ട്രെക്കിംഗ് നടന്നു പോകുമ്പോൾ നമ്മുടെ ഫിസിക്കലി നമ്മൾ ആക്ടിവേറ്റ് ആണ്, നമ്മൾ മെന്റലി നമ്മൾ ആക്ടിവേറ്റ് ആണ്. അല്ലാതെ എനിക്ക് ഒരുപാട് ആളുകളുള്ളത് കുറെ അങ്ങനത്തെ ഫാന്റസി ലക്ഷറി പ്ലേസ് അന്നമാതിരി എനിക്ക് ഇഷ്ടമല്ല. ഒരു വർഷമൊക്കെ പോവാന്നല്ലാതെ ഇങ്ങനത്തെ പ്ലേസസ് ആകുമ്പോൾ മൈൻഡും ഫിസിക്കലിയും എല്ലാം ഫിറ്റ് ആയിരിക്കും. മെന്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയല്ലേ രാഹുൽ? അതില്ലെങ്കിൽ എസ്പെഷ്യലി ഞാൻ ചെയ്യുന്നത് ക്രിയേറ്റീവ് വർക്ക് ആയതുകൊണ്ട് എനിക്കത് അതുകൊണ്ട് ഞാൻ ഉറക്കത്തിന് പ്രിഫറൻസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ക്രിയേറ്റീവ് സൈഡ് വർക്ക് ആവില്ല. ഇപ്പൊ എങ്ങനെ ഡയറ്റ്, സ്കിൻ കെയർ, ബോഡി കോൺഷ്യസ് ലുക്ക് ഒക്കെ ഇങ്ങനെ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് നോക്കുന്ന? പറയാനൊന്നും ചെയ്യാറില്ല. എനിക്ക് മുമ്പേ അതിനെ പറ്റി അറിയില്ല. ഞാൻ ഈ പറഞ്ഞ സോപ്പ് ചെയ്തിട്ടാണ് മുഖം ഇപ്പോഴും കഴുകുന്നത്. ഇപ്പോഴാണ് ഞാൻ എനിക്ക് ഇവളാണ് പറഞ്ഞത്, നിത്യാറാമന്റെ പഠിപ്പിച്ചത് ഫേസ് വാഷ്. അവള് നീ എന്നെ ഫസ്റ്റ് കണ്ടപ്പോ നീ എന്തൊക്കെ യൂസ് ചെയ്യുന്നത്, നൈറ്റ് ക്രീം എന്താ യൂസ് ചെയ്യുന്നത്? നൈറ്റ് ക്രീം നമുക്കൊരു സോപ്പ് മാത്രമാണ് നമ്മൾ ചെയ്യണേ. അപ്പൊ പിന്നെ അവളുടെ റൂമിൽ പോയപ്പോഴാണ് ഇതെന്തൊക്കെയാണ് ഇത് അത് അവൾ കാരവനിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഹോട്ടലില് വേറെ സംഭവങ്ങള്. അപ്പൊ അവളാണ് പറഞ്ഞത് പിന്നെന്തൊക്കെയോ പറഞ്ഞിരുന്നത്, എന്താണ് എനിക്കെന്നെ അറിയാൻ പാടില്ല. അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ച് യൂസ് ചെയ്യും. ഇടയ്ക്ക് ടോണർ യൂസ് ചെയ്യും, ഇടയ്ക്ക് മോയ്സ്ചറൈസർ ഇടയ്ക്ക് യൂസ് ചെയ്യും, സൺസ്ക്രീം ഇടയ്ക്ക് യൂസ് ചെയ്യും. ബേസിക് ആയിട്ടുള്ള അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പോകാറില്ല. കൂടുതലൊന്നും പോകാറില്ല. ഇപ്പൊ മലയാളം സീരിയൽ ചെയ്ത് ഇപ്പൊ തമിഴ് സീരിയൽ ചെയ്തോണ്ടിരിക്കുന്നു, ചെയ്തൊക്കെ കഴിഞ്ഞു. മെയിൻ ഡിഫറൻസ് എന്താ രണ്ട് സെറ്റിലും തോന്നിയ ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും പറയുന്നത്? മലയാളം സീരിയലിൽ ഇപ്പൊ പാറ്റേൺ എനിക്ക് അറിയില്ല. അല്ല പൊന്നമ്പള്ളി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പൊന്നമ്പള്ളി സമയത്ത് ഭയങ്കര ഫാസ്റ്റ് ആണ്. അതായത് കുറച്ചുകൂടി റിലാക്സ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് മാളവിക്കാണ് കൂടുതൽ സീൻസ് ഉള്ളത്. അപ്പോ അവിടെ നമുക്ക് ചിലപ്പോ ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോഴായിരിക്കും ഷോർട്ട് റെഡി ഒന്ന് ഇട്ടോട്ടെ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഈ തമിഴ്നാട് പോകുമ്പോൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ ഷോർട്സിന് സമയമുണ്ട്. പിന്നെ അവിടെ കൂടുതലും നന്ദിനിക്കുന്ന സമയത്ത് കൂടുതലും നിത്യാറാം ലേഡി വ്യൂമൻ സെൻട്രിക് ആണല്ലോ. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഞാൻ ചിലപ്പോ ഒരു ഷോട്ടൊക്കെ അഭിനയിക്കുള്ളൂ ഒരു ദിവസം. ബാക്കി ഫ്രീ ആണ്. ഞാൻ കാരവനിൽ ഉറങ്ങും. ഇവിടെ കരയുന്നുണ്ട് ഇവിടുന്ന് വർക്ക് ചെയ്തിട്ട്. കാരവൻ ഒക്കെ ഉണ്ട്. അത് ഇവിടെ ഉണ്ടോ? മലയാളം സീരിയലിലുണ്ട് കാരവൻ? അതിപ്പോ എനിക്കറിയില്ല അതിനെ പറ്റി. അവിടെ ഇപ്പൊ ഡെയിലി കാരവൻ ഉള്ളതല്ല. നമ്മൾ ചിലപ്പോ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പോ അവർ കാരവൻ കൊണ്ടുവരും. അല്ലെങ്കിൽ ചിലപ്പോ ഒരു വീട്ടില് വേറെ അക്കോമഡേഷൻ അവർ. ബട്ട് യുനോ ആർട്ടിസ്റ്റ് സേഫ് ആയിരിക്കണം എന്നുള്ള ഒരു ഇത് മാത്രം. മറ്റേ ഈ സീരിയലല്ലേ ഒരു കുട്ടി ഉള്ളത്,
ഒരു ചെറിയ കുട്ടിയുള്ളവര് നന്ദിനിയിലുള്ളത് അത് ഭയങ്കര രസമായിരുന്നു. നിങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ ആ ആളായിട്ടുള്ളത് അത് ഒരുപാട് ഇങ്ങനെ കട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ലൈക്ക് നിങ്ങളുടെ ആ ഒരു ക്യൂട്ട്നെസ്സും അല്ലെങ്കിൽ ആളുടെ ഒരു സ്മാർട്ട്നെസ്. ആളവിടത്തെ വലിയ കുട്ടി സ്റ്റാർ ആണോ നന്ദിനി? ഇപ്പൊ കുട്ടി എവിടെ എനിക്ക് അറിയില്ല. കുട്ടി വളർന്നിട്ടുണ്ടായിരിക്കും. അറിയില്ല. അച്ഛനും കണ്ടല്ലായിരുന്നു ആ സീരിയല്. അച്ഛനറിയില്ല മോളെ എവിടെ. ഇപ്പൊ എനിക്കറിയില്ല. ആ കുട്ടി അപ്പളേ ഭയങ്കര ഭയങ്കര വായായിരുന്നു. കുട്ടിമാരി ഇല്ലല്ലോ വിളി അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ അടുത്ത് ഏത് കുട്ടികളായിട്ട് അഭിനയിക്കുമ്പോഴും ആ കുട്ടികൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഞാനൊരു കുട്ടി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഞാൻ അധികം സംസാരിക്കത്തില്ല. ഇവരെ കാണുമ്പോൾ എനിക്കൊരു ഞോണ്ടാൻ ഇവരോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഭയങ്കര മിങ്കിളാവും. അപ്പോ ഇപ്പൊ ആ കുട്ടി എവിടെ എനിക്ക് അറിയില്ല. സോ അച്ഛനറിയത്തില്ല. സാരമില്ല. നമുക്കിനി ഒരു സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ ഞാനൊരു സെന്റൻസ് പറയും. അപ്പൊ അതൊന്ന് ഫില്ല് ചെയ്യണം. രാഹുലിന് എന്താണോ അതിൽ ഫില്ല് ചെയ്യാൻ തോന്നുന്നത് ആ കാര്യങ്ങൾ പറയാം. ഓക്കെ, ഫിനിഷ് മൈ സെന്റൻസ് എന്നാണ് സെഗ്മെന്റിന്റെ നെയിം. ഐ ഫീൽ കോൺഫിഡന്റ് വെൻ ഡാഷ് ഡാഷ് ഡാഷ്. When I sleep well. അപ്പോഴാണ് കോൺഫിഡന്റ് കിട്ടുന്നത്. നല്ല ഉഷാറായിട്ട് ഇരിക്കുമ്പോഴാണ് കോൺഫിഡന്റ് ആയിട്ടുന്നത് അല്ലേ? ഓക്കെ, പീപ്പിൾ ഡോണ്ട് നോ ദാറ്റ് ഐ ആം ആക്ച്വലി. അത് ഇത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതേ ആൾക്കാർ കമന്റ് ഇടും, എന്തിനാ ആ പാവത്തെ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കണത്. പാവാണ് ബേസിക്കലി. ഭയങ്കര. പക്ഷെ ആൾക്കാർ വിചാരിച്ചേക്കണ ഭയങ്കര. ഓക്കെ, മൈ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് ഈസ് ഡാഷ്. നോ പറയാനായിരിക്കും. അത് ഞാൻ പറഞ്ഞതല്ല, അതല്ലാണ്ട് അതാണ്. ഞാൻ എന്നെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചില സമയത്തൊക്കെ എന്നെ യൂസ് ചെയ്യുന്ന അറിഞ്ഞിട്ട് തന്നെ നിൽക്കും. നീ എന്നെ യൂസ് ചെയ്യാനല്ലേ, യൂസ് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ തന്നെ ഈസിയാണ് എനിക്ക്. അങ്ങനെ ചിലപ്പോ എനിക്ക് അറിയാൻ പറ്റും, വളരെ പച്ചയായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല, എടുത്തെടുത്തോളൂ അങ്ങനെ പറയും. ഈശോ ഇത്രയും പാവായിരുന്നു. അത് കുഴപ്പമില്ല. എന്നെ യൂസ് ചെയ്യാതിരുന്നും കരുതല്ലേ. ഇതിപ്പോ എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ കുഴപ്പമില്ല അല്ലെ. പക്ഷെ അത്രയും പാവല്ലേ എന്റെ മനസ്സിലായില്ല. അത് എന്നും പറഞ്ഞ എന്നും യൂസ് ചെയ്യുന്നില്ല, 2 പ്രാവശ്യം യൂസ് ചെയ്ത് കുഴപ്പമില്ല. ഒന്നുമല്ല, അപ്പൊ ഞാൻ മാറിപ്പോവും. എന്നാലും അങ്ങനെ ചോദിക്കാനോ അങ്ങനെ ഒന്നും നിൽക്കില്ല. ഓക്കെ, സൈലന്റ് ആയിട്ട് തന്നെ നിൽക്കും അല്ലെ. ദ ഫസ്റ്റ് തിങ് ഐ നോട്ടീസ് ഇൻ എ പേഴ്സൺ ഈസ് ഡാഷ്. എനർജി. ഓക്കെ, എനർജിയാണ് നോട്ടീസ് ചെയ്യുന്നത്. ഓക്കെ, മൈ ഗിൽറ്റി പ്ലഷർ ഈസ് ഡാഷ്. സ്ലീപ്പ് തന്നെ പറയാം. സ്ലീപ്പ് അല്ല വേറെ പറ. രണ്ടിനും ഒരു ആൻസർ പറയാൻ പറ്റത്തില്ല. സത്യം. ഓക്കെ, സത്യമായിട്ടെ. ഐ ഗെറ്റ് ഷൈ വെൻ. Maybe so many people are noticing me. நிறைய ഒരു ആൾക്കാർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനിപ്പോ ശരിയാവും. അത് എനിക്കുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എല്ലാം ഓക്കെ അല്ലേ? ഇതെന്താ ഇവരിങ്ങനെ നോക്കുന്നത്? എനിക്ക് പ്രോബ്ലം ഉണ്ടല്ല, എനിക്ക് തുമ്പ അങ്ങനെ. ഞാൻ അങ്ങനെയല്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അടിയിൽ. അതല്ല, ഞാൻ ഓക്കെ അല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നമ്മള്. അതാണ് എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഒരുപാട് ആൾക്കാർ എനർജി ആയിട്ട് ഫോക്കസ് ആവുന്നുള്ളൊരു. ഓക്കെ, അല്ലെങ്കിലും കൊള്ളാൻ കാണാൻ ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഷൈ ആവാറുണ്ടോ? എനിക്ക് കോംപ്ലിമെന്റ്സ്, എന്നെ കോംപ്ലിമെന്റ്സ് ചെയ്താലും ഞാൻ എടുക്കില്ല, എന്നെ നെഗറ്റീവ് പറഞ്ഞാലും എന്നെ എടുക്കില്ല. രണ്ടും ന്യൂട്രലാണ്. പറയാതിരിക്കുന്നവരാണ് എടുക്കുള്ളൂ അല്ലേ? അതാണ് കംഫർട്ടബിൾ. ഓക്കെ, ഓൺ സെറ്റ് ഐ ആം മോസ്റ്റ്ലി നോൺ ഫോർ. മേബി ലേറ്റ് കമർ. ലേറ്റ് കമർ എന്ന് വെച്ചാൽ ഡെയിലി ലേറ്റ്. ഞാൻ കറക്റ്റ് ടൈമിലെത്താം. ഓക്കെ, അത് ചിലരൊക്കെ അവിടെ 9 മണിക്കാണ് ഷോർട്ട് എങ്കിൽ 8 മണിക്ക് തന്നെ വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ മേക്കപ്പ് ചെയ്യില്ല സീരിയലില്. ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ അങ്ങനെ ഉണ്ടായിരിക്കും, മേക്കപ്പ് ഇടില്ല. അപ്പൊ എനിക്ക് സമയത്തിന്റെ ആവശ്യമില്ല. ഐ മീൻ, ഞാൻ 8 മണിക്ക് വന്നിട്ട് അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഞാൻ വരുന്നത് ചിലപ്പോ 8:50 ആയിരിക്കും. വരുമെന്നൊക്കെ ചോദിച്ചിട്ട് വരും. നിങ്ങൾ 9 മണിക്ക് ഷോർട്ട് വെക്കുന്നതിന് മുമ്പ് ഞാൻ ഡ്രസ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപ് 8 മണിക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യണം. മാനേജേഴ്സിനൊക്കെ അതൊരു ഇതാണ്. പക്ഷെ ഇപ്പൊ അവർക്ക് മനസ്സിലായി ഇവൻ ഇപ്പഴേ വരുള്ളൂ, വന്നാലും റെഡി ആവും. പഠിപ്പിച്ചു കൊടുത്തു. ഓക്കെ, റൈറ്റ് നൗ ഐ ആം ഒബ്സസ്ഡ് വിത്ത്. മേബി സ്പിരിച്വൽ ജേർണി എന്ന് പറയാം. സ്പിരിച്വൽ ജേർണി. ഓക്കെ, ഭയങ്കര ദൈവവിശ്വാസമുള്ള കൂട്ടത്തിലാണോ രാഹുല്? ദൈവവിശ്വാസി അല്ലായിരുന്നു, ന്യൂട്രൽ വിശ്വാസമായിരുന്നു. പക്ഷെ
ചില കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചതും അത് കഴിഞ്ഞതും സംഭവിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു ഹയർ എനർജി ഉണ്ട് who protect us എന്ന് മനസ്സിലായി. I get nervous when someone Give me compliments actually. Yeah. Okay. അയ്യോ അപ്പൊ തുടക്കത്തിൽ പറഞ്ഞത് എല്ലാം നല്ല ഞാൻ തുടക്കത്തിൽ ഇൻട്രോ പറഞ്ഞത് അതെ ഞാൻ കൊണ്ട് അത് മിണ്ടാതിരിക്കുന്നു. വിടാതിരുന്നത് നേരത്തെ പറയായിരുന്നെങ്കിൽ ഞാൻ നല്ല സ്മൂത്ത് ആയിട്ട് ഇൻട്രോ ഐ ലൂസ് കൺട്രോൾ വെൻ ഇല്ല എനിക്ക് അത്രയും കൺട്രോൾ കുറവാണ്. ഒരിക്കലും കൺട്രോൾ അങ്ങനെ പോകത്തില്ല. ഇല്ല ഇല്ല പിന്നെ ഒരുപാട് വിട്ട് ഞോണ്ടിയാ മാത്രമാണ് അന്നേരം അതിന് ഒരു ലിമിറ്റ് ഉണ്ടോ? അങ്ങനൊക്കെ ലിമിറ്റ് ഒക്കെ കുറച്ച് കാം ആയിട്ടുള്ള എനർജി ആണെങ്കിൽ അത്രയും നമുക്ക് കുറച്ച് കൺട്രോൾ ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻസ് ഇത്രേ ഉള്ളു. കഴിഞ്ഞല്ലോ കഴിഞ്ഞു ടെൻഷൻ ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അല്ലേ അടുത്ത എന്താന്ന് നമ്മള് ചിന്തിക്കണല്ലോ. തമിഴിലൊക്കെ ഇങ്ങനെ ഓൺലൈൻ ചാനൽ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. കുറവാ കൊടുക്കുന്നേ. അപ്പൊ ഫുൾ തമിഴിൽ ഇങ്ങനെ പറയും. ഓക്കെ മലയാളത്തില് കൊറേ നാളിന് ശേഷല്ലേ അങ്ങനെ ഇന്റർവ്യൂ കൊടുത്തിട്ടില്ലല്ലോ? വരാറേ ഇല്ലല്ലോ. അല്ല പണ്ടും കൊടുത്തിട്ടില്ലല്ലോ. ശരിയാ ഇപ്പഴാണ് കുറച്ചുകൂടി ഇന്റർവ്യൂസ് വരുന്നേ. അതെ പണ്ടും കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല ഡിഫോ ഡാൻസ് കഴിഞ്ഞിട്ടും പിന്നെ നിങ്ങൾ ആ ഒരു ജോണറിൽ അങ്ങ് പോയെല്ലാം കഴിഞ്ഞേക്കല്ലായിരുന്നോ? ഈ ഞാനും എക്സ്പെക്ട് ചെയ്ത രാഹുൽ ജെഫി എന്താന്ന് ലാസ്റ്റ് പറഞ്ഞപ്പോൾ ഓക്കെ അത് ഒരു ആക്ടിങ്ങിന് അവർക്കത് ഡിഫോ ഡാൻസിന്റെ രാഹുൽ ആയിരിക്കും യഥാർത്ഥ രാഹുൽ. അത്രയും ലൗഡ് അത്രയും ജിലു ഇത്ര ഇങ്ങനെയായിരുന്നല്ലേ എന്നൊക്കെ എനിക്കത് മിക്കവാറും ആ ഒരു രാഹുലായിരിക്കും. ഇപ്പൊ ഞാൻ നേരിട്ട് ഇന്റർവ്യൂവിന് സംസാരിച്ചു ഭയങ്കര മെച്യൂർഡ് ആയിട്ട് ഭയങ്കര കാമായിട്ട് അധികം സംസാരിക്കാത്ത ഒരു രാഹുലിനെയാണ് എന്റെ മനസ്സിൽ എന്താ ഇന്റർവ്യൂ എടുക്കുമ്പോൾ വാ തോരാതെ ഭയങ്കര ചിൽ ചിൽ ഡിഫോ ഡാൻസ് എക്സ്പെക്ടേഷൻ ആണല്ലോ നമുക്ക് അധികം സംസാരിക്കേണ്ട വരില്ല എല്ലാവരും ഞാനിപ്പോ ഓർക്കോ എനിക്ക് അധികം സംസാരിക്കേണ്ട ഒന്നും വരില്ല. കാരണം ഡിഫോ ഡാൻസ് നമ്മൾ കണ്ടേക്കുന്നത് എന്താണ് ട്രോള് ചെയ്യുന്നു മറ്റേതടിക്കുന്നു എല്ലാരെയും പിടിച്ച് കളിയാക്കുന്നു ഓക്കെ. പക്ഷെ നേരിട്ട് കണ്ടപ്പോഴാണ് ഭയങ്കര മെച്യൂർഡ് അധികം സംസാരിക്കാത്ത എന്നാ പറയുന്നു ആൻസേഴ്സ് വളരെ ക്ലിയർ കട്ടായിട്ട് പറയുന്ന ഒരു രാഹുലാണ്. ഇങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ എന്റെ ക്യാരക്ടർ അതാണെന്ന് വെച്ച്? ഞാൻ സെറ്റിൽ കാണുന്ന എല്ലാവരും ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയി മാത്രം സംസാരിക്കുന്ന ഒരാളായിട്ടാണ് ആവശ്യം സംസാരിക്കുന്ന ഒരാളായിട്ടാണ്. ഞാൻ അങ്ങനെ ആരെയും പോയിട്ട് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സംസാരിക്കും എനിക്ക് വരില്ല. എനിക്കൊന്ന് ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ ചലഞ്ച് അപ്പൊ ആ ഷോ ഹോസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? സത്യം ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അത് പിന്നെ അതിന്റെ ഒരു പേര് നമ്മള് കാപ്പാത്തണല്ലോ. അതെ ഈ യഥാർത്ഥത്തിൽ രാഹുലിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അറിയാവുന്ന ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ഞെട്ടിപ്പോയി കാണില്ലേ ആ ഒരു അങ്ങനെ നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റുമോന്നൊക്കെ? ആ സമയത്തൊക്കെ എല്ലാരും ഇവനാരാണ് എനിക്കെല്ലാം അറിയുള്ളൂ ഞാൻ എന്തായിരുന്നു കാണിക്കുന്നത് ഓരോ എപ്പിസോഡിലും ഞാൻ അക്രമം കാണിക്കുന്നത് എന്തിനാണ്? അച്ഛനും അമ്മയും വരെ ഞെട്ടിപ്പോയി കാണും അല്ലേ? ഒരുപാട് കണ്ടായിരുന്നു. തമിഴിലേക്ക് ഇനി ഒരു ആങ്കറിങ് അല്ലെങ്കിൽ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ആങ്കറിങ് അന്നത്തോടെ നിർത്തി ഇനി ഒള്ളി എന്റെ അഭിനയം മാത്രം. അങ്ങനെ തമിഴിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ഇല്ല ഞാൻ തമിഴിൽ വിളിക്കണേ അത്രയും അക്ഷരസ്ഫുടതയോട് ഞാൻ സംസാരിക്കണം. ഓ ശരി അക്ഷരസ്ഫുടത എനിക്ക് തമിഴിലില്ല. ഓക്കെ ഈ നേരിട്ട് കണ്ടേക്കുന്ന എല്ലാ തമിഴ് ആക്ടേഴ്സിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കുറെ അവാർഡ് സെറമണീസും കാര്യങ്ങളും ഒരുപാട് ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ഇടയ്ക്ക് ചില ഊരിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പോകും. ഞങ്ങളുടെ സൺ ടി വി ടീം പോകും. അപ്പോ മറ്റ് സീരിയലിലെ ആക്ടേഴ്സ് ഉണ്ടായിരിക്കും. അവിടെ സ്റ്റേ ചെയ്ത് എന്തെങ്കിലും പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വരും. തമിഴിൽ ഏറ്റവും കാണാൻ ആഗ്രഹിച്ച ആക്ടർ നേരിട്ട് കണ്ടു? സിനിമ ആക്ടറാണ്. സിനിമ ആക്ടറാണ്. തമിഴിൽ ഞാൻ അങ്ങനെ ആദ്യം വർക്ക് ചെയ്തിട്ടില്ലല്ലോ. തമിഴിൽ സിനിമകൾ ചെയ്തിട്ടില്ല. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ അവാർഡ് സെറമണീസ് അല്ലെങ്കിൽ പബ്ലിക് ഇവന്റ്സിലൊക്കെ വന്ന് അങ്ങനെ? ഇല്ല അങ്ങനെ പോയിട്ടില്ല. ആരെയും കണ്ടിട്ടില്ല അപ്പൊ തമിഴിലെ നടന്മാരെ? തമിഴ് നടന്മാർ ഇപ്പോൾ ചോദിച്ചപ്പോഴാണ് ഞാൻ ആലോചിക്കണേ. ആരെയും കണ്ടിട്ടില്ലേ? സൂര്യ സാറിനുണ്ട്. ആലോചിച്ചെടുക്കണം. സൂര്യ സാറിനെ ഞാനോർത്ത എല്ലാരെയും കണ്ടിട്ടുണ്ടോ? വിജയ് സാറിനെ കണ്ടിട്ടുണ്ടോ? കമൽ സാറിനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. അനിരുദ്ധിനെ കണ്ടിട്ടുണ്ടോ? കമൽഹാസൻ സാറാണ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്ത് ഞാൻ ഇവിടെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു താജില്. അപ്പൊ ഞാൻ കമൽ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി അനുഗ്രഹം മേടിച്ചിരുന്നു. പുള്ളി ഒരു ഫോട്ടോ കൊണ്ട് എക്സ്പെക്ട് ചെയ്ത് ഞാൻ പോയി നേരെ കാലിൽ വീണു. അനിരുദ്ധിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അത് എന്റെ സൺ നെറ്റ്വർക്ക് ആ സൺ ടി വി പോയി ചെന്നൈ വന്ന് സത്യമായിട്ടും പൊളി
അടിപൊളി. പാട്ടൊക്കെ അയ്യോ, പഠിപ്പിച്ചോ? പാട്ടൊന്നും പഠിപ്പിച്ചില്ല, ഇന്റർവ്യൂ തന്നെ കിട്ടിയത്. നോക്കുമ്പോൾ ഇനി അവിടെ തന്നെ ഞാൻ പാട്ടോ സൺ ടിവിയുടെ ചാനലിൽ മറ്റേ എന്താ വലിയ ഓഫീസൊക്കെ അല്ലേ, മ്യൂസിക് ആയിരിക്കും. സൺ മ്യൂസിക് ഒന്നല്ല, സൺ നെറ്റ്വർക്ക് തന്നെയാ. കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു, കുറെ നെക്കി നമ്മൾ അകത്തേക്ക്. അത് സൺ നെറ്റ്വർക്ക് തന്നെയല്ലേ. കണ്ടു. അപ്പൊ ഞാനാണ് അപ്പൊ അനിരുദ്ധിനൊക്കെ എടുത്തേക്കുന്നത്. അതെ, ഇവിടെ നിന്നിട്ട് അതെ കുഴപ്പമില്ല, വേണമെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ ചാൻസ് ഒക്കെ തരാം. നമ്മുടെ ചാനലിൽ വരുന്നു ഇന്റർവ്യൂ എടുക്കാനായിട്ട്. ഇടയ്ക്ക് ഒരു 8 ദിവസത്തെ ഇതൊക്കെ പാഷനായിട്ട് വന്നാച്ചാ മതി, പ്രൊഫഷൻ ആക്കരുത്. അല്ല, പാഷനായിട്ട് ഇഷ്ടമാണോ ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാനൊക്കെ? ഇഷ്ടമാണോ? ഇഷ്ടമല്ല. ഇഷ്ടമല്ല, എനിക്ക് എന്റെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ ഇഷ്ടം. പിന്നെ ഞാൻ ഇന്റർവ്യൂ കൊടുക്കാൻ ഞാൻ കുറച്ചുകൂടി പിന്നെ അതിനുവേണ്ടി ഒരുപാട് ആലോചിക്കണം. നിങ്ങൾ കുറെ പ്രിപ്പയർ ചെയ്യണ്ടേ? കണ്ടോ, ഞാനിപ്പോ എന്തോരം പ്രിപ്പയർ അതിന്റെ ഒക്കെ ഒരു അത് എനിക്ക് സെറ്റല്ല. ഇപ്പൊ ഈ ഹോസ്റ്റിങ്ങിനെ അങ്ങനെ തന്നെയാണ്, നമ്മൾ കുറെ പ്രിപ്പയർ ചെയ്യണം. ഡിഫോണേഴ്സ് അങ്ങനെ പ്രിപ്പറേഷൻ ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ ആവണേ. എനിക്ക് രാഹുൽ രവിയുടെ കാര്യത്തിൽ അധികം പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അറിയാം. പിന്നെ എനിക്കുള്ള ഡൗട്ട്സ് ഒക്കെ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഒരു ചാറ്റ് ഷോ ആണല്ലോ. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ, ഇനി ഒരു ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇനി ഒരു അതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി ആക്ടിങ് അല്ലെങ്കിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്താണോ പോകുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞാനായിട്ട് പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ദൈവം പ്ലാൻ ചെയ്യുന്ന. ദൈവം പ്ലാൻ ചെയ്യട്ടെ. ഞാൻ എന്റെ പ്ലാനിങ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി നോ പ്ലാനിങ്. മലയാളി കുട്ടീനെ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഏത് കുട്ടിയാണ്, അങ്ങനെയൊന്നുമില്ല. ഏത് കുട്ടിയാണെങ്കിലും ഇപ്പൊ എല്ലാ ലാംഗ്വേജും അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ സമാധാനപരമുള്ള അന്തരീക്ഷത്തിൽ ജീവിച്ചു പോവാന്നുള്ളതാണ്. പിന്നെ അതെനിക്കൊരു ഇമ്പോർട്ടന്റ്, അത് അത്യാവശ്യമായിട്ടുള്ളൊരു ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ലൈഫിൽ വരുന്ന ഇങ്ങനെ ഒരു പാർട്ട്ണർ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും? നല്ലതാണ്. കാരണം ഞാൻ ഇൻട്രോവേർട്ട് ആണ്. ഒരാളെ തന്നെ ഇരുന്നങ്ങ് സംസാരിച്ചു ഞാൻ കേട്ടാ മതിയല്ലോ. സംസാരിച്ച് തല ചിലപ്പോ ഒന്ന് എനിക്ക് പോകുമെന്നൊക്കെ പറയാം. അതെ, ഞാൻ കുറച്ചുനേരം കടന്നോട്ടോ. ഓക്കെ, അവിടെ തീർന്നു. എക്സ്ട്രാവേർട്ടുകാരോട് അങ്ങനെ പറയാനേ പാടില്ല. അവർക്ക് മനസ്സിലാക്കും. ഇപ്പോഴും പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ വരാറുണ്ടോ? പ്രപ്പോസൽ ഇപ്പൊ അങ്ങനെ എല്ലാരും എനിക്ക് മെസ്സേജസ് ആയിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. അതിപ്പോ നമ്മളിപ്പോ അറിയില്ലല്ലോ ഇതിപ്പോ ഒറിജിനൽ അക്കൗണ്ട് ആണോ ഫേക്ക് അക്കൗണ്ട് ആണോ. അപ്പൊ പിന്നെ നമ്മള് അതിന് പോയിട്ട് തലവെക്കേണ്ട കാര്യമില്ല. ലൈഫിനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന വ്യക്തിയല്ലേ രാഹുൽ? എനിക്ക് അങ്ങനെ സീരിയസ് ആവാനാണ് നിന്നോട് പറയുന്ന ആൾക്കാർ. ആണോ? അതെനിക്ക് യഥാർത്ഥ അത് മാത്രം തെറ്റിപ്പോയല്ലോ സൈക്കോളജി. കുറച്ച് തെറ്റുകളാവാം, എന്നാലാണ് കുറച്ചുകൂടി ശരി പഠിക്കാൻ പറ്റുള്ളൂ. അധികം ശരിയാക്കട്ടെ. അതെ ശരിയൊന്നും അറിയില്ല. ഓക്കെ, അപ്പൊ കുറച്ച് അധികം നേരം അല്ലേ ഞാനാന്ന് തോന്നുന്നു കൊറേ കുത്തി എടുത്തു. കുഴപ്പമില്ലല്ലോ, അഡ്ജസ്റ്റബിൾ അല്ലായിരുന്നു. പിന്നെയും നല്ല നല്ല പ്രൊജക്റ്റ് ഒക്കെ മലയാളത്തിൽ വരട്ടെ, ഇനിയും മലയാളത്തിൽ സജീവമാകാൻ നല്ലൊരു പ്രൊജക്ട് കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നാളെ ചെന്നൈയിലേക്ക് പോവാല്ലേ? ഗുജറാത്ത്. ഓ, ഷൂട്ടാണോ? ഹിന്ദി അതും കൂടെ ചോദിച്ചിട്ട് ഹിന്ദി പടാ? ഹിന്ദി പടല്ല, അത് വേറൊരു സീരിയലിന്റെ ഹിന്ദി സീരിയൽ. ഞാൻ ഹിന്ദി സീരിയലിന്റെ ഭയങ്കര ഫാനായിരുന്നു. എന്തൊക്കെ മറ്റേ ഇസ്പാരിക്കോ ക്യാനാമതും ഖുഷി ആൻഡ് അർണവ് കേട്ടിട്ടില്ലേ? അതെ. പിന്നെ ഉണ്ടല്ലോ മേരി എന്തോ ബെഹൻ കുട്ടി, ഹിന്ദി സീരിയലൊക്കെ പണ്ടേ ഞാൻ കാണുമായിരുന്നു കേട്ടോ. ഞാൻ എത്ര സീരിയൽ അഡിക്റ്റ് ആവുന്നൊക്കെ. ഹിന്ദി സീരിയൽ നല്ല രസമല്ലേ? എനിക്ക് നോർത്ത് ഇന്ത്യൻസിനെ കെട്ടണം എന്നൊക്കെ അപ്പൊ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ ഹിന്ദി സീരിയൽ നടന്മാരൊക്കെ. ഓക്കെ, എന്നാ നമുക്ക് പോവാന്നൊക്കെ. ഇന്റർവ്യൂ കഴിഞ്ഞു. അവരും അടിപൊളിയാണ്. അവരുടെ ഒരു അവിടെ എനിക്ക് തോന്നുന്നു എല്ലാരും ഡയലോഗ് പഠിച്ചിട്ട് വരും, വരും. അതെ. ഓ, ഇനി ഹിന്ദി സീരിയലും കൂടെ ആയാ പിന്നെ പിടിച്ചാ കിട്ടില്ല രാഹുലിന്. ഭാഗ്യം മൈൽ സ്റ്റോൺ മേക്കേഴ്സിലൊക്കെ വന്ന്. ഓ, കോംപ്ലിമെന്റ് ഇഷ്ടമല്ലല്ലോ അല്ലെ? സോറി. ഓക്കെ, ഞാൻ മറന്നു പോകുന്നു. നമ്മുടെ പ്രൊഫഷണൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാത്ത. അപ്പൊ ഇനി അടിപൊളി നല്ല നല്ല പ്രൊജക്ട്സ് ഒക്കെ കിട്ടട്ടെ. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരട്ടെ. ഓക്കെ, ഇനി നമ്മൾ സെറ്റ് ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വരും. അവിടെ ആരെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ ഷാരൂഖ് ഖാന്റെ ഒക്കെ ഇന്റർവ്യൂ, എനിക്ക് ഷാരൂഖ് ഖാൻ ജിയുടെ ആരുടെങ്കിലൊക്കെ ഒരു ഇന്റർവ്യൂ. അപ്പൊ നല്ലൊരു ഇയർ ആവട്ടെ അല്ലെ? 2026 സ്റ്റാർട്ട് ചെയ്തു അല്ലെ? നല്ല നല്ല പ്രൊജക്ട് കിട്ടട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.